ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് അതിൻ്റെ പിറകെയായിരുന്നു. ഞാൻ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന അന്ന് എടുത്ത വീഡിയോ ആണിത്. അന്ന് വൈകുന്നേരം നമ്മൾ അനീത്തിയൊക്കെ വന്നേക്കണോണ്ട് നമ്മൾ പാർക്കിലൊക്കെ പോയി കുട്ടികളൊക്കെ ആയിട്ട്. അപ്പോൾ കുട്ടൂസിന് അന്ന് പാർക്കിൽ പോണ സമയത്ത് അവൾ ഉച്ചയ്ക്ക് കൂട്ടുകാരിയുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരിയുടെ ബർത്ത്ഡേ പോയി ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ പാർക്കിൽ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ വയറുവേദന ഉണ്ടെന്ന്. ഞാനപ്പോൾ ഒരു പാരസിറ്റമോൾ കൊടുത്തിട്ടാണ് വിട്ടത്. കാരണം പെയിൻ വന്ന പാരസിറ്റമോൾ കൊടുത്താൽ മതി എന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അതനുസരിച്ച് ഞാൻ പെയിനിൻ്റെ പാരസിറ്റമോൾ കൊടുത്തിട്ട് ഞങ്ങൾ പാർക്കിലൊക്കെ പോയി. പുറത്തൊന്നും അങ്ങനെ ഫുഡൊന്നും കഴിച്ചില്ല. കാരണം വീട്ടിൽ ഓൾറെഡി ഫുഡ് ഉണ്ടാക്കിയേക്കണോണ്ട് ഫുഡൊന്നും കഴിച്ചില്ല. നേരെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴേക്ക് ഇവൾക്ക് പിന്നെ വയറുവേദന കൂടി. ഒരുവിധം എങ്ങനെയും കിടത്തി ഉറക്കാം. പിന്നെയും പാരസിറ്റമോൾ കൊടുക്കാൻ പറ്റില്ലല്ലോ, രാത്രിയായല്ലോ. ഒരുവിധം ഞാൻ രാത്രിയൊക്കെ തള്ളി നീക്കാമെന്ന് വിചാരിച്ചു, രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും പറ്റിയില്ല. ഒരു 10 മണിയായപ്പോഴേക്കും ആൾക്ക് ഛർദിയൊക്കെ തുടങ്ങി. അപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ആലോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് അവർ ഇഞ്ചക്ഷനൊക്കെ എടുത്തു, ഛർദിയുടെ മരുന്ന് കൊടുത്തു. അപ്പോഴത്തേക്കും അവർ കൗണ്ട് ടെസ്റ്റ് ചെയ്യാൻ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. സമയം 11 മണി. ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. 1 മണിക്കൂർ സമയം വേണമെന്ന് പറഞ്ഞിട്ട് 12 മണിക്ക് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടി. അപ്പോഴും അവൾക്ക് വേദന ഒന്നും മാറില്ല. അവളിങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ അവൾക്ക് ഇഞ്ചക്ഷൻ എടുത്താൽ വേദന മാറാറുണ്ട്. ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദന കൊണ്ട് കൊച്ചു പൊളയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ 12 മണിക്ക് നമുക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കൗണ്ട് കൂടുതലുണ്ട്, വേഗം കളമശ്ശേരിയിലോട്ട് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ESA ഹോസ്പിറ്റലിലാണല്ലോ കാണുന്നത്. അപ്പം ഞാൻ നേരെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ വന്ന്, അപ്പോൾ അനീത്തിയൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ ചെറുതിനെ അനീത്തിയുടെ അടുത്താക്കിയിട്ട് ഞാൻ വീട്ടിൽ വന്ന് ESA കാർഡും പേപ്പറൊക്കെ എടുത്ത് രാത്രി 1:30 മണി കഴിഞ്ഞിട്ട് ഞാൻ കൊച്ചിനെയും കൊണ്ട് ഞാൻ വണ്ടിയിലാക്കി ഞാൻ പോവുകയാണ്. ESAയിൽ പോയി അവർ അവിടെ നിന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അവർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യണം, കൗണ്ട് കൂടുതലാണ്, വേദന കുറയണില്ല, അതുകൊണ്ട് അഡ്മിറ്റ് ചെയ്യണം. അഡ്മിറ്റ് ആവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, കാരണം ആ ഒരു അവസ്ഥയില്ല. പക്ഷെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തില്ല. പാതിരാത്രിയല്ലേ, എങ്ങനെയെങ്കിലും എനിക്ക് ആ സമയത്ത് കൊച്ചിനെ എനിക്ക് ഇവിടെ എത്തിക്കാമെന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു നീ എങ്ങനെ ആ സമയത്ത് പോയത്, വണ്ടി വിളിച്ച് പോയത്. പക്ഷേ എനിക്ക് വണ്ടി വിളിക്കാനുള്ളൊരു മാനസികാവസ്ഥയായിരുന്നില്ല. കൊച്ചിനും വയ്യ. എനിക്ക് എവിടെ നിന്നൊക്കെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. ഇവിടുന്ന് പാതാളം വരെ ഞാൻ തന്നെ വണ്ടിക്ക് പോയത്. അവിടെ അഡ്മിറ്റായി. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസമായപ്പോഴേക്കും എനിക്ക് നല്ല തലവേദന. ആ ടൈമിൽ എനിക്ക് നല്ല തലവേദനയും ജലദോഷവും പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ അവളെ ഹോസ്പിറ്റലിലാക്കിയത്. കൊണ്ടുപോയി നമ്മൾ പാത്രമൊന്നും കൊണ്ടുപോകാത്ത കാരണം പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാൻ രാവിലെ പോയി തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പാത്രവും ഒരു ബക്കറ്റൊക്കെ മേടിച്ചു. അപ്പോൾ അവൾക്ക് ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല. അവൾക്ക് ഛർദിയും വയറുവേദന ഉള്ളതുകൊണ്ട് അവൾ മൊത്തം ഗ്ലൂക്കോസാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു 3 ദിവസം ഗ്ലൂക്കോസാണ് കയറ്റിയത്. അവൾക്കപ്പോൾ ഇപ്പം ഇത്തിരി നോർമലായിട്ടുണ്ട്. തൊടുമ്പം ചുമയ്ക്കുമ്പോഴൊക്കെ ഉള്ളൂ വയറുവേദന, അല്ലാതെയുള്ള വയറുവേദന നോർമലായി വരുന്നുണ്ട്. ആകെ ഞാൻ പേടിച്ചു പോയിട്ടോ, കാരണം സർജറി ശരിക്കും നമുക്ക് ആദ്യം ഫെബ്രുവരി 5-ാം തീയതി തന്നു, പിന്നെ 16-ാം തീയതിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വേദന വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സർജറി ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയറിനൊക്കെയാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഡിസംബറിൽ ചെയ്യുന്ന സർജറി ആയിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ മുന്നത്തെ വീഡിയോ. അപ്പം നമുക്കതിൽ അനസ്തേഷ്യ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അവരത് മാറ്റി വെച്ചത്. അപ്പം ഞാൻ അമ്മായിനെ തൽക്കാലം ഒന്ന് വിളിപ്പിച്ചു കൊച്ചിൻ്റെ അടുത്ത് നിർത്താൻ വേണ്ടി, കാരണം നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായില്ലല്ലോ. അപ്പം ഞാൻ വേഗം തന്നെ വീട്ടിൽ വന്നു, ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് അനീത്തി കുഞ്ഞിതിനെയും കൊണ്ട് പോയിട്ട് അനീത്തിയുടെ വീട്ടിലോട്ട് പോയി. അപ്പോഴത്തേക്കും ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ ആശുപത്രി വന്നതിന് ശേഷമാണ് അമ്മായി പോയത്. പിന്നെ ഞാൻ 2-3 ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ ദിവസത്തെയും കൂടി മിക്സ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് എല്ലാ ദിവസവും അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം എനിക്ക് വയ്യാതായി അതിൻ്റെ ഇടയിൽ. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് വൈകുന്നേരം ആയപ്പോൾ നമുക്ക് കഞ്ഞി ഫുഡൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ ക്യാൻറ്റീൻ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു ചായ കുടിക്കാനോ ഒന്നിനും പറ്റുന്നില്ല. അതിന് നമുക്ക് പുറത്ത് പോകേണ്ട ഒരു അവസ്ഥ വന്നു കേട്ടോ. അപ്പോൾ അവൾ അത്യാവശ്യം ബെറ്ററായി വന്നു. പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൾ ബെഡിൽ നിന്ന് എണീക്കണേ ഉണ്ടായിരുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നിയിട്ട് അവളുടെ കിടപ്പൊക്കെ കണ്ടപ്പോൾ. അവൾ തന്നെ എന്നോട് പറയാൻ തുടങ്ങി എങ്ങനെയെങ്കിലും ഈ സാധനം ഒന്ന് എടുത്ത് കളയമ്മേന്ന് ഡോക്ടറോട് പറയാൻ തുടങ്ങി. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് വയ്യാതെ, എനിക്ക് രാവിലെ എണീറ്റപ്പോഴേക്കും തലകറക്കം വന്നു, പിന്നെ സൗണ്ടൊന്നുമില്ല, ജലദോഷം, ആകെ ബുദ്ധിമുട്ടായി എനിക്ക്. ഒരു ചായ കുടിക്കാന്ന് വെച്ചാൽ അവിടെ ക്യാൻറ്റീനും ഇല്ല. ക്യാൻറ്റീനിൻ്റെ ഇത് തീർന്നു, കോൺട്രാക്റ്റ് തീർന്നു. അതുകൊണ്ട് പുതിയ ക്യാൻറ്റീൻ വന്ന വരെ അവിടെ പ്രവർത്തിക്കുന്നതല്ല, അങ്ങനെയാണ് എഴുതി വെച്ചിരുന്നത്. അപ്പം ഞാൻ അവിടെ മുടിയൊക്കെ ഒന്ന് ചീവി കെട്ടിക്കൊടുക്കണ്ട. അവൾ 2 ദിവസം കുളിപ്പിച്ചതേ ഇല്ല, കാരണം ഇങ്ങനെ ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് ഊരി കൊണ്ടുപോയി കുളിപ്പിക്കാനും ബുദ്ധിമുട്ടല്ല. പിന്നെ ആൾക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. എണീറ്റ് നടക്കണം കൂടി ഇല്ല കൊച്ച്.
മൂത്രം ഒഴിക്കാൻ മാത്രം ഒന്ന് ബാത്റൂമിൽ പോകും, അല്ലാതെ അവൾ പോകുന്നതേ ഇല്ല. എനിക്ക് തന്നെ സങ്കടം തോന്നുന്നത്. ഞാൻ കുളിപ്പിച്ചൊന്നും ഇല്ല കേട്ടോ. 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവളെ കുളിപ്പിച്ചതൊക്കെ. അതിപ്പോൾ ഫുഡൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്, അവൾക്ക് കൊണ്ട് തന്നെ ഫുഡ് ഞാൻ കഴിക്കാൻ, അവൾക്ക് ഫുഡ് കഴിക്കാൻ പാടില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ CT സ്കാൻ അവൈലബിൾ അല്ലായിരുന്നു നമ്മുടെ എവിടെ കളമശ്ശേരിയല്ല ESI ഹോസ്പിറ്റലിൽ CT സ്കാൻ ഇല്ല. അതുകൊണ്ട് അവർ ആസ്റ്റർ മെഡിസിറ്റിയിലോട്ട് റെഫർ ചെയ്തു. പിന്നെ ഞാൻ റെഫറൻസിൻ്റെ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ദിവസം ഉച്ച വരെ ഓടി നടന്നു കേട്ടോ. അത് വേണം ഇത് വേണം, ഒരു സാധനം കൊണ്ടു കൊടുക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് ഫോട്ടോ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ 3-4 തവണ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് നടത്തിച്ചു. എനിക്കാണെങ്കിൽ തലവേദന എടുത്ത് തലകറക്കം അങ്ങനെയൊക്കെ കുറച്ച് ഇങ്ങനെ നടന്നതുകൊണ്ടാണ് കൂടുതൽ എനിക്ക് വയ്യാതായത്. പിന്നെ നമ്മൾ ഹോസ്റ്റലിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ നോർമൽ സ്കാനിങ്ങേ ഉള്ളൂ. ആ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല ഇതിപ്പം അപ്പൻഡിക്സിൻ്റെ തന്നെയാണോ വന്നേക്കുന്നത് അതോ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ള കാര്യം. അപ്പം CT സ്കാൻ തന്നെ ചെയ്യണമെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ CT സ്കാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു. റെഫറൻസിനായാലും ഇത്തിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ ഫുൾ ടൈം ഉറക്കമാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ക്ഷീണമാണ്, ഇങ്ങനെ ഭക്ഷണവും കഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഫുൾ ടൈം ഉറക്കമാണ്. പകലെല്ലാം കിടന്ന് ഉറങ്ങുകയാണ് ആൾ. ഫുഡ് കൊടുക്കുന്നില്ല, ഫുഡ് ഞാൻ കഴിക്കും. എന്നിട്ട് സിസ്റ്റർമാരെ എന്നെ ചീത്ത പറയും, ഈ കൊച്ചിൻ്റെ അടുത്തിരുന്ന് ഫുഡ് കഴിക്കില്ലേടി, മാറിയിരുന്ന് കഴിക്കടി, കൊച്ചിന് സങ്കടമാവില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ബ്രെഡ് ആണെങ്കിൽ, ഒരു ദിവസം ഉപ്പുമാവ്, ഒരു ദിവസം ഇഡലി, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയാണ് വന്നത്. മുട്ടയും പഴമൊക്കെ എല്ലാ ദിവസവും ഉണ്ടാവും കേട്ടോ. പിന്നെ കട്ടൻ ചായയാണ്. കട്ടൻ ചായ ഞാനങ്ങനെ കുടിക്കാറില്ല. അപ്പോൾ ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി വാങ്ങിച്ചിട്ട് വരണം. പക്ഷെ അത് ഞാൻ എന്നും മേടിച്ചിട്ടൊന്നും വരാറില്ല കേട്ടോ. എനിക്ക് ഇടയ്ക്കൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് വരെ പോകാനായിട്ട് ബുദ്ധിമുട്ട്. അപ്പോൾ അവളുടെ ഈ കയ്യിൽ ഇങ്ങനെ കുത്തിയിൽ അവൾ ഇത് ഫുഡൊന്നും കഴിക്കാത്ത കാരണം അത് അവിടെ ഇങ്ങനെ ബൾജാവുണ്ട്. അതുകൊണ്ട് പിന്നെ വേറെ കയ്യിൽ മാറ്റി കുത്തണം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 2 കൈ മാറ്റി കുത്തി. പിന്നെ നമ്മുടെ റെഫറൻസൊക്കെ ശരിയായി. നമ്മൾ വേഗം ആസ്റ്ററിലോട്ട് പോയി. ആസ്റ്ററിൽ പോയി കഴിഞ്ഞപ്പോൾ അവർ വേഗം കാഷ്വാലിറ്റിയിൽ കൊണ്ട് കിടത്തി. അവൾ അവശതയല്ലേ. പിന്നെ അവിടെ അവർ ഫോമൊക്കെ തന്നു, നമ്മളതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് അവർ CT സ്കാൻ ചെയ്യാൻ വേണ്ടി അവർ എന്തോ വേറൊരു മരുന്നും കൂടി കയറ്റുന്നുണ്ട്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വേറൊരു മരുന്നൊക്കെ കയറ്റി. ഞാനിപ്പോൾ അങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തു. അവിടെ ചെന്നതും നമ്മൾ ഒരു 2-3-4 മണിക്കൂർ അവിടെ ഇതുപോലെ വെയിറ്റ് ചെയ്തു കേട്ടോ. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവൾ പറഞ്ഞു CT സ്കാനിൻ്റെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ അത് ഞാൻ പിറ്റേ ദിവസം കണ്ടായിരുന്നു. അടുത്ത ദിവസമൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഞാനും ഓക്കെ ആയിരുന്നില്ല വീഡിയോ എടുക്കാനൊക്കെ. പിന്നെ ഒരു ദിവസം ഞാനവിടെ തലയൊക്കെ നന്നായിട്ടൊന്ന് നനച്ച് കുളിച്ചു. കാരണം എനിക്കും തലവേദന തലകറക്കം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കുളിച്ചു. അപ്പോൾ അപ്പുറത്ത് കിടന്ന പിള്ളേരൊക്കെ ആയിട്ട് നമ്മൾ കൂട്ടായിട്ടോ. എനിക്കാണെങ്കിൽ ഇവളോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ ഇതുവരെ, അതുകൊണ്ട് അവരോടൊക്കെ ആയിട്ട് കൂട്ടായി. പിന്നെ ഒരു ദിവസം കുട്ടൂസിനെ നമ്മൾ കുളിപ്പിച്ചു. തല കുളിപ്പിച്ചില്ല, മേല് മാത്രം കുളിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആശുപത്രിയുടെ പരിസരങ്ങൾ. പിന്നെ ചിറ്റയും കൊച്ചിനൊക്കെ നമ്മൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസം. അപ്പോൾ അവരെനിക്ക് ക്രീം തന്നു. കുട്ടൂസിൻ്റെ എൻ്റെ മുഖമൊക്കെ ഭയങ്കര ഡ്രൈ ആണ്, തണുപ്പല്ലേ, അതുകൊണ്ട് അവരൊരു ക്രീമൊക്കെ കൊണ്ട് തന്നു. പിന്നെ അങ്ങനെ 3-4 ദിവസം ഞങ്ങൾ ഹോസ്പിറ്റൽ വാസമായിരുന്നു. ജോലിക്ക് പോയിട്ട് ഒരാഴ്ചയായി. എന്തായാലും 4-5 ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നു. 5-ാമത്തെ ദിവസമാണ് ഞങ്ങൾ ഡിസ്ചാർജ് ആവണത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് തല കറങ്ങിയിട്ട് ഞാൻ വൈകുന്നേരം കാഷ്വാലിറ്റിയിൽ പോയി ഡോക്ടറെ കണ്ടു കേട്ടോ. ഡോക്ടർ മരുന്നൊക്കെ തന്നു, ഇഞ്ചക്ഷൻ എടുത്തു. അപ്പോൾ കൂടെ ഒരാളില്ലാതെ ഇഞ്ചക്ഷൻ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്തെ ബെഡിൽ കിടന്ന ചേച്ചീനെ വിളിച്ചിട്ട് പോയാണ് ഇഞ്ചക്ഷൻ എടുത്തത്. അത് കഴിഞ്ഞിട്ട് OP കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ OPയിൽ ഡോക്ടറെ കണ്ടു. OPയിൽ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു അത് ഈ സാഹചര്യങ്ങളുടെ മാറ്റവും ടെൻഷനും കാര്യങ്ങളെ കൊണ്ട് പെട്ടെന്ന് ഈ തലകറക്കൊക്കെ വന്നതാണ്, കുഴപ്പമില്ല, ഒരു 5 ദിവസം മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് OPയിൽ കണ്ടു. ഞാനത് മരുന്ന് ഇപ്പോഴും കഴിക്കുന്നുണ്ട് കണ്ടിന്യൂസ്. ഞാൻ ഹോമിയോയാണ് കഴിക്കാറ്, എന്നാലും ഇപ്പോൾ അവർ തന്നതുകൊണ്ട് അത് ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടൂസിൻ്റെ ക്ഷീണം പതുക്കെ മാറ്റി വന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്ചാർജ് ആവുന്ന സമയമായിട്ടോ. ഏകദേശം അവൾ ഓക്കെ ആയി. ലാസ്റ്റ് ഡേ ആണിത്. അപ്പോൾ നമ്മളോട് 14-ാം തീയതി തന്നെയാണ് നമ്മളോട് അഡ്മിറ്റ് ആവാൻ പറയുന്നത്. 16-ാം തീയതി സർജറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളിപ്പം നല്ല ഓക്കെയാണ്. ഇപ്പോൾ അവൾക്ക് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല, വേദനയൊക്കെ മാറി. ഫുഡിൻ്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഹെവി ഫുഡുകളൊന്നും കൊടുക്കരുത്, പെട്ടെന്ന് ഡൈജസ്റ്റ് ആവണ ഫുഡേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള നമ്മുടെ ഒരു ഹോസ്പിറ്റൽ വീഡിയോ ആണിത്. എനിക്ക് മൊത്തം കവർ ചെയ്യാനൊന്നും പറ്റിയില്ല, ഏകദേശം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇനി നമ്മൾ 14-ാം തീയതിയാണ് പോകുന്നത്. അതിനു മുമ്പ് ഒരാഴ്ച കഴിയുമ്പോൾ വെള്ളിയാഴ്ച ഒന്നുകൂടി കൊണ്ടു ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ചെക്കപ്പിന്. അപ്പോൾ അതുവരെ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കണം, ആൻറ്റിബയോട്ടിക് നിർത്താൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്.
അപ്പോൾ നമ്മളെല്ലാം പാക്ക് ചെയ്ത് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ കുഞ്ഞൊന്നും വന്നിട്ടില്ല, കുഞ്ഞു അനിയത്തിയുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നു നമ്മുടെ ഹോസ്പിറ്റലിലെ വിശേഷങ്ങൾ.